പോയിട്ട് വാതിൽ തുറന്നു. ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ടുണ്ട്, ഒരു വൈറ്റ് വണ്ടിയിൽ, 2 വീലറാണ്. അത് കഴിഞ്ഞ സമയത്ത് എന്നോട് ചോദിച്ചു, ഇങ്ങനെ മകനായിട്ട് എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒരു കാര്യം വ്യവസ്ഥ വരുത്തേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരുത്താൻ നമുക്ക് സമയം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു സ്വിഫ്റ്റ് വണ്ടി KL 65 L 80 എത്ര വണ്ടി നമ്പർ 8604 വണ്ടി വീട്ടിലേക്ക് റിവേഴ്സ് എടുത്ത് വരികയും അവരെന്നെ കയ്യിൽ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റാൻ ശ്രമിച്ചപ്പോൾ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയ മകൻ വീട്ടിലേക്ക് ഓടി വരികയും ഞങ്ങൾ ഒന്നിച്ച് കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ വിട്ട് അവനെ പിടിച്ച് കയറ്റുകയും ഞങ്ങൾ വണ്ടി തടയാൻ ശ്രമിച്ച സമയത്ത് ജീവൻ പണയപ്പെടുത്തി തടയാൻ ശ്രമിച്ചിട്ട് ഞങ്ങളെ വലിച്ചു മാറ്റിയിട്ട് അവർ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആവശ്യമായ നടപടി കൊടുവള്ളി പോലീസ് ഇത് അവരും എന്താ അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല. മൂത്ത മകനായിട്ടുള്ള എന്തോ സാമ്പത്തിക ഇടപാടുകളാണെന്ന് സംശയമുണ്ട്. എന്തോ ഇടപാടുകൾ ഉണ്ട് എന്നല്ലാതെ എന്താ അതിൻ്റെ വ്യക്തത അവന് ദുബായിലായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല വ്യക്തമായിട്ട്. ഇല്ല, ഇപ്പോൾ ഒരു മാസമായിട്ട് കോണ്ടാക്ട് ഇല്ല. അവിടെ എന്താ ബിസിനസ് കാര്യങ്ങളെന്നാണ് പറയുന്നത്. വന്ന ടീം ഇന്ന് വന്നിട്ടില്ല. അതിന് മെയിനായിട്ട് നിന്ന ആള് 2 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു തവണ വന്നിട്ട് ഈ ക്യാമറയുടെ മുമ്പിൽ അവിടെ നിന്ന് ഇത്രയും സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭീഷണി സ്വരം നന്നായിട്ടുണ്ടായിരുന്നു. കൈവിട്ടും കാലുവിട്ടും എന്നൊക്കെ പിടിച്ചുകൊണ്ടുപോകും. പിന്നെ വൈഫിനെ വരെ പിടിച്ചുകൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ. എത്ര രൂപയുടെ ഇടപാടാന്ന് അറിയാമോ? അത് വ്യക്തമായിട്ട് അറിയില്ല. എത്ര വേണമെന്ന് ഇവര് പറയുന്നത്? 35 ലക്ഷം റുപ്യൻ്റെ ഇടപാടാന്നാ പറയുന്നത് അവര്. 3 പേരുണ്ട്. ഇവരും വേറൊരു ടീം വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അജ്മലിന് അവിടെ എന്തായിരുന്നു ജോലി? അവനവിടെ എന്താ ബിസിനസ് ആണെന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇവിടെ അതെ എന്താണെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കച്ചേരിമുക്കുള്ള ഒരാളുണ്ട്. ബാക്കി തന്നെ എന്തൊക്കെ ഉണ്ടെന്നുള്ള അവൻ വന്നാലും അവനായിട്ട് ബന്ധപ്പെട്ടാലേ ഡീറ്റെയിൽ അറിയാൻ പറ്റും. നമ്മളെ ഇപ്രായ സമയത്ത് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. അവൻ്റെ കണ്ണട പൊട്ടിയിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഒരു വലിയ കടാര കിടക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നതിന് ശേഷം കണ്ടത്, ലാസ്റ്റാണ് കണ്ടത് വണ്ടി പോയതിന് ശേഷം. അവൻ്റെ കണ്ണട പൊട്ടിപ്പോയിട്ടുണ്ട്. അവനെടുത്ത മുണ്ട് വീടിൻ്റെ മുറ്റത്തുണ്ട്. ആ പിടിവലിയിൽ ഒരു ബർമൂട മാത്രം ഇട്ടതിലാണ് അവനവർ കൊണ്ടുപോയിരിക്കുന്നത്. അതൊക്കെ തന്നെ പറഞ്ഞത്. എങ്ങനെയായാലും തട്ടിക്കൊണ്ടുപോകുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വേറെ ഈ കച്ചേരിമുക്കുള്ള ടീം വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ 112 വിളിച്ചപ്പോൾ പോലീസുകാർ വന്നേയും സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കില്ലാതെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കരുതെന്നും ബുദ്ധിമുട്ടിക്കരുതെന്നും അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നിലപാടിലാണ്. അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു മധ്യസ്ഥനായി നിന്നൊരാൾ സംസാരിച്ചിരുന്നു. അയാൾ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു 15 ദിവസം സമയം അവർ അനുഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ അടുക്ക് വരില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ ഇവർ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുന്ന സമയത്ത് മകൻ എവിടെയാണ് നിങ്ങൾ അന്വേഷിച്ചില്ലേ? വിളിച്ചപ്പോൾ അവനിങ്ങോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞു. ഞാനല്ല വൈഫ് വിളിച്ച സമയത്ത്. ഈ സംഭവത്തിന് ശേഷം മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലും മറ്റു കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകെ കുറഞ്ഞ സമയം